കോട്ടയം ജില്ലയിൽ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പൂഞ്ഞാർ. ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണയും നിർണായകമാകുന്ന മണ്ഡലത്തിൽ മത്സരം പ്രവചനാതീതമാണ്. BJP സ്ഥാനാർത്ഥിയായി എത്തുന്ന PC ജോർജ് എന്ത് ചലനമുണ്ടാക്കുമെന്ന് ഏവരും ഉറ്റുനോക്കുന്നു. LDF-ന് വേണ്ടി നിലവിലെ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, UDF-ന് വേണ്ടി സെബാസ്റ്റ്യൻ MJ, BJP-ക്ക് വേണ്ടി സാക്ഷാൽ PC ജോർജ്. പൂഞ്ഞാറിൽ ത്രികോണ മത്സരത്തിനുള്ള എല്ലാ കളവും ഒരുങ്ങിക്കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ കാലം പൂഞ്ഞാറുകാർ മണ്ഡലത്തിനൊപ്പം ചേർത്ത് വെച്ച പേര് PC ജോർജ് എന്നായിരുന്നു. ഇടത് വലത് മുന്നണികൾക്കൊപ്പവും സ്വതന്ത്രനായും PC പലതവണ പൂഞ്ഞാറിന്റെ MLA ആയി. എന്നാൽ കഴിഞ്ഞ തവണ LDF-ലെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ 16,581 വോട്ടുകൾക്ക് PC ജോർജിനെ തോൽപ്പിച്ചു. ന്യൂനപക്ഷ നിലപാടുകളാണ് PC-ക്ക് തിരിച്ചടിയായത്. ഇത്തവണ BJP സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങുമ്പോൾ PC ജോർജിന് അത്ര എളുപ്പമാകില്ല കാര്യങ്ങൾ. ഇത്തവണ RSS-ന്റെയും BMS-ന്റെയും BJP-യുടെ ഒക്കെ പ്രവർത്തകർ 100% ആത്മാർത്ഥമായിട്ട് ഫീൽഡുണ്ട്. പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നു? 5 കൊല്ലം ഉണ്ടായിരുന്നല്ലോ, 4.25 കൊല്ലം വേറെ പണിക്കുക. പക്ഷെ 3 മാസമായിട്ട് ഇപ്പോൾ കല്ലിടിയിലുമായിട്ട് നടക്കുക. PC ജോർജിനെതിരായ വികാരം ഇത്തവണയും ഗുണം ചെയ്യുമെന്നാണ് നിലവിലെ MLA കൂടിയായ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ പ്രതീക്ഷ. കൂടാതെ മണ്ഡലത്തിൽ നടത്തിയ വികസനവും ഉയർത്തിക്കാട്ടുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മുൻപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ സ്വാധീനമില്ലാത്ത മേഖലകളിൽ നിന്ന് പോലും വലിയ പ്രോത്സാഹനവും പിന്തുണയുമായി ജനങ്ങൾ കടന്നു വരുന്ന കാഴ്ചയാണ് ഈ പര്യടന വേളയിൽ കാണാൻ കഴിയും. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ടാണ് സെബാസ്റ്റ്യൻ MJ എത്തിയതെങ്കിലും ഇക്കുറി വലിയ വിജയപ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. ന്യൂനപക്ഷ വോട്ടുകൾക്കൊപ്പം ഭരണവിരുദ്ധ വികാരം കൂടി എത്തിയാൽ വിജയിച്ചു കയറാമെന്നാണ് പ്രതീക്ഷ. മണ്ഡലത്തിലെ മൊത്തം UDF-ന് അനുകൂലമായ വലിയ തരംഗമാണ്. കാരണം അത് UDF-ന്റെ മാത്രം പ്രത്യേകത കൊണ്ടല്ല, കഴിഞ്ഞ 10 വർഷത്തെ LDF-ന്റെ ദുർഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയതുകൊണ്ട് അതിലേക്ക് വന്ന് അടുക്കുന്നതാണ്, UDF-ലേക്ക് വന്ന് അടുത്ത് ചേരുന്നതാണ്. LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികളുടെ പേരിലുള്ള സാമ്യത മത്സരം പ്രവചനാതീതമാക്കുന്നുണ്ട്. എന്തായാലും കാടിളക്കിയുള്ള പ്രചരണമാണ് ഇത്തവണ പൂഞ്ഞാറിൽ നടക്കുന്നത്. മതസാമുദായിക സംഘടനകളുടെ നിലപാടുകളടക്കം നിർണായകമാകുന്ന മണ്ഡലം കൂടിയാണ് പൂഞ്ഞാർ. മലയോര ജനതയുടെ മനസ്സറിയാൻ അതുകൊണ്ട് തന്നെ വോട്ടെണ്ണുന്നവരെ കാത്തിരിക്കേണ്ടി വരും. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.